ഫാത്തിമ മോളുടെ കുറച്ച് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ. ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ന് എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ച് ആളുകളൊക്കെ മെസ്സേജ് അയക്കലും കോൾ ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരായിട്ട് ഒരുപാട് സംസാരിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടെ ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങൾ, ചില കമൻറ്റുകൾ ആരെങ്കിലുമൊക്കെ അയച്ചു തരും. എനിക്ക് കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഒരു സരസ്വതി അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ, അവരൊക്കെ പ്രാർത്ഥന എന്നെ കുടുംബത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ദിയ ഫാത്തിമ മോളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇത് അറിയാത്തവർക്കായി പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണ്. കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് ഒരുപാട് വീഡിയോസ് വന്നെങ്കിലും ഒരുപാട് പേർക്ക് ഇനിയും കാര്യം മനസ്സിലായിട്ടില്ല. ഇപ്പോഴാണ് ധാരാളം പേര് ഈ കാര്യങ്ങൾ തന്നെ അറിയാൻ തുടങ്ങുന്നത്. ഒരുപാട് പേര് ഇതെന്തായി എന്ന് ചോദിക്കുന്ന സംഭവത്തിനെ പറ്റിയൊന്നും പലർക്കും അറിയില്ല. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ വന്നിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് തെളിവുകൾ എന്താണ് മോൾക്ക് സംഭവിച്ചിരിക്കാം എന്നുള്ളതിന് ഉണ്ടെങ്കിലും പിന്നെയും പോലീസിൻ്റെ അനാസ്ഥയാണ് ഇവിടെ എടുത്ത് പറയേണ്ടതെന്ന് മാതാപിതാക്കളുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. പക്ഷേ ഇതിന് പുറകെ ആത്മാർത്ഥമായി അന്വേഷിച്ച് നടക്കുന്ന ജുനൈദ് എന്ന സഹോദരൻ പറയുന്നത് നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. അതേമാതിരി നിങ്ങൾ ഈ കമന്റ് കിട്ടുന്ന ആളുകൾ ആലോചിക്കുകയാണ് സ്വന്തം മക്കളെയാണ് രക്ഷിച്ചത്, എന്നിട്ട് സ്വന്തം മക്കളെയാണ് നഷ്ടപ്പെട്ടത്, എന്നിട്ട് നഷ്ടപ്പെട്ടതിന് ശേഷം ഇവർ കുറെ അന്വേഷിക്കുന്നു, കിട്ടുന്നില്ല. കിട്ടാതിരിക്കുമ്പോൾ ഇവർക്ക് ഇനി കാശില്ല ഒന്നുമില്ല, പാവപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ സ്ഥലത്ത് ഒരാൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അവരെ രക്ഷിക്കാൻ വരുമ്പോൾ ഇനി എന്തിനാണ് ചങ്ങായിമാരെ വെറുതെ സ്വപ്നം, അത് ഇത് അന്ധവിശ്വാസം, പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കാര്യങ്ങൾ സ്വപ്നം കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവരോട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അന്ന് വരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചു. എനിക്ക് എപ്പോഴുള്ള ഒരു പരിപാടിയാണ്, ഞാൻ എന്തുണ്ടെങ്കിലും എഴുതി വെക്കും, കറക്റ്റ് എഴുതി വെക്കുന്നത്. കുഞ്ഞ് എങ്ങനെ മിസ്സായി എന്നും എവിടേക്ക് പോയിരിക്കാം എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് തെളിവുകളുണ്ട്. പല ആളുകളും ചിന്തിച്ചിരുന്നു ഇത് ഒരു മാർവാടി അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് നിന്നോ ഹിന്ദി പ്രദേശത്ത് നിന്നോ ഒക്കെ ആരെങ്കിലും വന്ന് തട്ടിക്കൊണ്ടു പോയതായിരിക്കാമെന്ന്. അങ്ങനെ ഒരിക്കലുമല്ല. ഇതിൻ്റെ പിന്നിൽ ഒരു മലയാളി തന്നെ ആയിരിക്കാമെന്ന സൂചനയാണ് കിട്ടുന്നത്. നിങ്ങളൊരു 2 മിനിറ്റ് ഇതിന് മാറ്റി വെച്ചിട്ട്, ഞാൻ 2 വർഷത്തിലധികം മാറ്റി വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് കേട്ടിട്ട് ഒന്ന് ആലോചിക്കും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലേക്ക് വീണ്ടും ഇറങ്ങാനുള്ള ഊർജം സോഷ്യൽ മീഡിയ, എനിക്കുള്ള ആളുകളുടെ എന്താ പറയാ ഒരു താരപദവിയോ അങ്ങനെ ഒരു കാര്യം എനിക്ക് വേണ്ട. പിന്നെ ആരോ ഒന്നും പറയണേ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് വേണ്ട. ഞാൻ വീണ്ടും പറയാം, നമുക്കറിയാത്ത ആളുകളല്ലേ. അപ്പം നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ സംശയിച്ചു, ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പം ഈ വീട്ടുകാരൊന്നും അറിയാതെയാണ് ഞാനത് അന്വേഷിക്കുന്നത്, അവരെ കുറിച്ചിട്ട് അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അന്വേഷിച്ചപ്പോൾ കുറച്ച് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഈ ദിയ ഫാത്തിമാനെ എടുത്തു പോകുന്ന ഒരു 3-4 മിനിറ്റ് അല്ലെങ്കിൽ ഈ ചായ കൊടുത്തിട്ട് കസാലയിൽ എടുത്ത് ചായ കൊടുത്ത് ഇത്തിരി സമയമായിട്ടുള്ളൂ, 2-3 മിനിറ്റിനുള്ളിൽ എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ അത്രയും നല്ല പരിചയം. എനിക്ക് ആ അന്വേഷണത്തിൽ മുഴുവൻ മനസ്സിലായത് ആ കുട്ടീനെ എടുത്തു കൊണ്ടുപോയത് നല്ല പരിചയമുള്ള ഒരാളാണ് എടുത്തുകൊണ്ട്. പുതപ്പ് വിൽക്കാൻ വരുന്ന ആളോ മറ്റുള്ള ആളുകളോ ഒന്നുമല്ല. ഇനിയിപ്പോൾ പുതപ്പ് വിൽക്കാൻ വന്ന ആളാണെങ്കിൽ പോലും അവിടെ CCTV കാര്യങ്ങളും അപ്പുറം ഇപ്പുറമൊക്കെ നമുക്ക് ശ്രമിക്കാറുണ്ട്. പോലീസിൻ്റെ അനാസയാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും അന്വേഷണം കുട്ടി മരിച്ചു പോലീസ് വീണ്ടും പറയാണ്. പോലീസ് കുട്ടി അതിൽ ഒളിച്ചു പോയി മരിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഞാനും വിചാരിച്ചു പോലീസ് പറയട്ടെ, നമ്മൾ അന്വേഷണം നമ്മളെ ഈ വഴിക്ക് നീങ്ങാതെ. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവരെക്കുറിച്ച്, അതായത് എനിക്ക് അറിയേണ്ടത് അവരെന്താണ് ജോലി, അവരാരൊക്കെയാണ്, അവരെന്താ ജോലി അവരുടെ എന്നൊക്കെയാണ് എനിക്ക് അന്വേഷിക്കേണ്ടത്. ഇപ്പുറത്തൊരു വീടുണ്ട്, അവരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അവരെ അന്നുണ്ടായൊരു സംഭവം അവരെ നാട്ടുകാർ പറഞ്ഞാണ് എന്നോട്, ആളൊന്നും ഞാൻ വെളിപ്പെടുത്തൂല. ആ നാട്ടുകാർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ആളുകൾ അന്വേഷിച്ചപ്പോൾ, അതായത് ഈ നായ ഓടിക്കാരെ വീടല്ല, അതിനപ്പുറത്തുള്ള വീട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വിളിച്ചു പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഈ വീട്ടുകാർക്കോ ആ നാട്ടുകാർക്കോ ഒക്കെ വല്ല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞിട്ട് പറയിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര വെയിറ്റ് ചെയ്ത് ശരിക്കും അന്വേഷിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ഇതുവരെ മുമ്പിലുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ദിയയുടെ വീട്ടിൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് ആ പോലീസ് നായി മണപ്പിച്ചിട്ട് അങ്ങോട്ട് പോയിരുന്നു. സംശയം തോന്നുന്ന ഒരു സാഹചര്യമാണിത്. ഒരുപാട് തെളിവുകൾ ഉണ്ടെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. പല ആളുകളും അനാഥാലയത്തിൽ പോയി കുട്ടികളെ നോക്കി ദത്തെടുക്കാറുണ്ട്.
ചിലപ്പോൾ അവിടുത്തെ കുട്ടികളെ വേണ്ട എന്ന് പറഞ്ഞ് ഇവരോട് അത് പറഞ്ഞിട്ടുണ്ടാകും. നല്ല കുട്ടികൾ എത്ര വയസ്സിലുള്ളത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടും ഉണ്ടാകും. പിന്നെ ഒരു നല്ല തുകയും വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങളായി ഈ കുഞ്ഞിനെ നോട്ടമിട്ട് ആ സ്ത്രീ ഉൾപ്പെടെ അറിയാവുന്ന ഏതോ ഒരാൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഒരു പക്ഷേ ആ കൃത്യം ചെയ്ത ആൾ തന്നെ ഈ വീഡിയോസ് യൂട്യൂബേഴ്സിൻ്റെ ധാരാളം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ കുടുംബത്തിനോട് കാണിച്ച വലിയ ക്രൂരത തന്നെയാണിത്. അത് ഒരിക്കലും ആർക്കും പൊറുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ചെയ്ത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാലും അവരെന്നെ അങ്ങനെ ആഗ്രഹിക്കണം, അങ്ങനെ കാണണം. അവർ അയ്യാച്ച ഞാൻ നല്ലവനൊന്നുമല്ല, ഞാൻ പുണ്യാളൊന്നും ഞാൻ എവിടെയും പറയില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള എല്ലാ ഞാൻ പെട്ടെന്ന് ചൂടാകുന്ന ആളാണ്. ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ ഇത് ഞാൻ ഒരിക്കലും പെർഫെക്റ്റ്. ഞാൻ ഈ കേസ് കാര്യമായിട്ടാണ് ബന്ധപ്പെടുന്നത്. പിന്നെ പേഴ്സണലായിട്ടും ഹറാസ് ചെയ്യുന്ന മെസ്സേജുകളൊക്കെ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കുട്ടീൻ്റെ ഈ പെണ്ണ് അവിടെ ഉള്ള ഒരു സ്ത്രീ, ഈ പെണ്ണ് അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ അയാളന്ന് ഈ അന്വേഷിച്ച് ആളുകളൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വരുന്നുണ്ട്. മാർക്കറ്റിൽ നിന്നും കാര്യങ്ങളൊക്കെ വന്നു. അതൊക്കെ ഓക്കെ, നോർമൽ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ പെണ്ണ് ഒരു അനാഥാലയത്തിലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അത് ഞാൻ ഇവിടെ ഇട്ടു. അതങ്ങനെ വെച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ പഠിച്ചു നോക്കി. അവരൊരു സർക്കാർ ഇതിലാണ് ജോലി ചെയ്യുന്നത്. എന്തോ മഴ ഉള്ള ഒരു ദിവസം കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയി അവരുടെ വീട്ടിനകത്ത് കൊണ്ടുപോയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും അവിടെ നിന്നും രാത്രിയോ മറ്റോ ആളുകളില്ലാത്ത സമയത്തായിരിക്കും കൈമാറി കാണുമെന്ന് നമ്മൾക്ക് ഒരു പക്ഷേ ഊഹിക്കാം. എന്തു തന്നെയാലും ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മളുടെ ചുറ്റും ധാരാളം നടക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മനസ്സ് തകർന്നതും പൊന്നുമോളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ തീരാവേദനയും കരച്ചിലും, പിന്നെ അതിൻ്റെ പിറകെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഓടി നടക്കുന്ന ജുനൈദ് എന്ന നല്ല ഒരു മനസ്സുള്ള സഹോദരനെ കുറിച്ചിട്ടും അവരുടെയൊക്കെ പ്രാർത്ഥനയും അവരുടെയൊക്കെ കഷ്ടപ്പാടുകളും ഒക്കെ കരുണാമയനായ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്താതിരിക്കില്ല. സാധാരണ ഈ വിഷയത്തിൽ പുറത്തു നിന്ന ഒരാളാണെങ്കിൽ ആ കുഞ്ഞ് പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോൾ സാധാരണ കൊച്ചു കുഞ്ഞുങ്ങൾ കരയാറുണ്ട്. പക്ഷേ ആ ഉമ്മ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതായിട്ട് പറയുന്നില്ല. അങ്ങനെ കുഞ്ഞ് കരഞ്ഞിരുന്നെങ്കിൽ അത് ഉമ്മായിക്ക് കേൾക്കാമായിരുന്നു. പരിചയമുള്ള മുഖമായതുകൊണ്ടായിരിക്കും കുഞ്ഞ് ഒരു പക്ഷേ കരയാതിരുന്നത്. അപ്പോൾ ഇതും അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കും ഇതിൻ്റെ പിറകിലുള്ളതെന്ന് ഉള്ളൊരു സൂചനയാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ CCTVയും മറ്റു ആധുനിക സംവിധാനങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇത് നടന്നിരിക്കുന്നത് 8 വർഷങ്ങൾക്ക് മുമ്പ് ആയതുകൊണ്ട് അപ്പോൾ തന്നെ പോലീസ് കുറച്ചുകൂടി കാര്യമായിട്ട് ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ എളുപ്പത്തിൽ തന്നെ വീണ്ടെടുക്കാമായിരുന്നു. പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിലും നല്ല മനസ്സുള്ള ധാരാളം ഈ ജുനൈദിനെ പോലെ ധാരാളം വേറെയും കുറച്ച് പേര് ജുനൈദിനെ സഹായിക്കാനായിട്ട് ഇതിൻ്റെ പിറകിലുണ്ടെന്ന് അറിയുന്നതിൽ ഇപ്പോഴും മനസാക്ഷിയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടെന്നും മനസ്സിലാക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ജുനൈദിൻ്റെ മെസ്സേജ് എനിക്ക് വന്നിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ എന്നെക്കൊണ്ടും ആവുന്ന വിധത്തിൽ എല്ലാവരിലേക്കും ഈ വിവരങ്ങൾ എത്തിക്കാനും ഇങ്ങനത്തെ ഓരോരോ ക്രൂരതകൾ മനുഷ്യൻ്റെ മനസാക്ഷിയെ പോലും ഞെട്ടിപ്പിക്കുന്ന ക്രൂരതകൾ നമ്മളുടെ ചുറ്റിലും നടക്കുമ്പോഴേക്കും ഒരിക്കലും ആർക്കും ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കുഞ്ഞിനെ എത്രയും വേഗം അത് പിന്നെയും എല്ലാവരുടെയും പ്രാർത്ഥന അതുതന്നെയാണ്. ആ കഷ്ടപ്പാട് ഉമ്മയുടെ വിഷമമൊക്കെ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്തു തന്നെ ആയാലും ആ ഒരു വലിയ മനസ്സുള്ള ഇത്രയും പേര് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ കുഞ്ഞ് അമ്മയുടെ അടുക്കൽ എത്തിച്ചേരും എന്ന് തന്നെ ഉറച്ച വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.